സ്കൂൾ ദിനങ്ങൾ കൂട്ടാൻ പോവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേയും ചിലപ്പോൾ ഇനി ക്ലാസ് ആണോന്ന് അപ്പം നിങ്ങളുടെ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇഷ്ടമാണോ? അപ്പൊ അവര് പറയും കോമ്പറ്റീഷൻ മൈൻഡിലാണ് അധ്യാപകരാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും ഇപ്പൊ മുന്നോട്ട് പോയി. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ടീച്ചേഴ്സിന് സാലറി കൂടുതലിട്ട് ഒരു സ്കൂളിൽ കൂടുതൽ പണിയെടുത്ത് അതായിരിക്കും ടീച്ചേഴ്സിന്. സ്കൂളിൽ നിന്ന് മാത്രം വിദ്യാഭ്യാസം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണ് വേണ്ടത്. എല്ലാവരും കൂടി ഒരു കഴിവുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടേണ്ടി വരുമെന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ പറ്റിയിട്ട് കുറച്ച് പേരോട് ഒന്ന് ചോദിച്ചു നോക്കിയാലോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സ്കൂൾ ദിവസം കൂട്ടുകയാണെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. കൊച്ചിൻ്റെ അഭിപ്രായം എന്നാ അതിനെ പറ്റി? നല്ലതാണോ? ഇഷ്ടമാണോ എല്ലാ ദിവസവും സ്കൂളിൽ പോകാനൊക്കെ? ആണല്ലേ. അപ്പം ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ആണല്ലോ. പിന്നെ സാറ്റർഡേ ക്ലാസ് വെക്കുവാണെങ്കിൽ കളിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇഷ്ടല്ലേ. സ്കൂളിൽ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ കൂട്ടാൻ പോവാം. നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ ക്ലാസ് എങ്കിൽ ശനിയാഴ്ച ക്ലാസ് ആക്കാൻ പോവാം. അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? 5 ദിവസം മതിയോ? സാറ്റർഡേ വേണ്ട. അതെന്താ സാറ്റർഡേ വേണ്ട എന്ന് പറഞ്ഞേ? കളിക്കാൻ ദിവസമാണ്. അപ്പൊ സൺഡേയിൽ ലീവാണല്ലോ. അത് പഠിക്കാനുള്ള ദിവസമാണ്. സാറ്റർഡേ കളിക്കാനുള്ള ദിവസം അല്ലേ. അപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ഇനി ക്ലാസ് വെക്കുവാന്ന് പറയുന്നു. അപ്പം എങ്ങനാ? ഇഷ്ടമാണോ? എല്ലാ ദിവസവും ക്ലാസ്സിന് പോകാൻ ഇഷ്ടമല്ലേ? കുട്ടികളുടെ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പക്വതയുടെ പ്രശ്നമുണ്ട്. 10ാം ക്ലാസ് വരെയൊക്കെ ഉണ്ട്. അവർക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അവധി ലഭിക്കുന്നതാണ് താല്പര്യം. പക്ഷെ അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളത് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് അധ്യയന ദിവസങ്ങൾ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്കൂൾ ഡേയ്സ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം? ഞങ്ങളുടെ ടീച്ചറെ വ്യാഴാഴ്ച കളിക്കാൻ വിടാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ ഭയങ്കര ഇഷ്ടം ആണല്ലേ. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? സ്കൂളിൽ പോകാൻ ഇഷ്ടാ. എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ ഇഷ്ടം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ലീവേ വേണ്ട? ഒരു ദിവസം. അപ്പൊ ചിലപ്പം അതേത് ദിവസം ആയിരിക്കണം? ഞായറാഴ്ച ആണോ? ഞായറാഴ്ച മതി. സ്കൂൾ ദിനങ്ങൾ കൂട്ടാൻ പോവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേയും ചിലപ്പോൾ ഇനി ക്ലാസ് ആണോന്ന്. അപ്പം നിങ്ങളുടെ അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇഷ്ടമാണോ? അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി നെഗറ്റീവ് അഭിപ്രായം അല്ലേ? കൊച്ചു പിള്ളേരൊക്കെ പറഞ്ഞു എല്ലാ ദിവസവും അവർക്ക് സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണ്. സ്ട്രെയിൻ ഉണ്ടല്ലേ. ഇപ്പൊ നിയമം വരാൻ പോവാ. നിങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ കൂട്ടണം അനുഭവിക്കാനല്ലേ. ഈ സ്കൂൾ ഡേയ്സ് കൂട്ടാൻ പോവാന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ ശനിയാഴ്ച ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉണ്ട്. അത് ശനിയും ഞായറും ആക്കാം എന്നുള്ളൊരു അങ്ങനൊരു ഇങ്ങനെയില്ല. പിള്ളേരോട് ചോദിച്ചപ്പോ അവര് പറയും. ചേച്ചിയുടെ അഭിപ്രായം എന്താ? മോനും ഒക്കെ ഇല്ലേ? ഇപ്പം ഫുൾ ഡേ പിള്ളേർ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പിള്ളേർ ഇങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ശരിയാവൂലല്ലേ. ഇപ്പം അവര് അതും കൂട്ടുക. ക്രിസ്മസ് ആയാലും ഓണമൊക്കെ ലീവുകളൊക്കെ കുറയ്ക്കുവാന്നൊക്കെ ഇങ്ങനെ അറിയിപ്പ് വരുന്നുണ്ട്. ഇപ്പൊ പിള്ളേര് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു മാനസികോല്ലാസം വേണമെങ്കിൽ ആവശ്യമായ ഒഴിവുകൾ കിട്ടണം. എങ്കിൽ മാത്രമേ അവരുടെ ബുദ്ധിപരമായും കായികപരമായിട്ടുള്ള വളർച്ചയൊക്കെ സാധ്യമാകും. അപ്പൊ ഏത് നേരവും പുസ്തകപ്പുഴുവാക്കുക എന്ന് പറയുന്നത് ശരിയായൊരു നയമല്ല. പറഞ്ഞ പോലെ തന്നെ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അടുത്ത ഇതിന് ട്യൂഷന് വിടണേ. അപ്പൊ ഒട്ടും തന്നെ അവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലൂടെ അല്ല. ഇപ്പം ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് അധ്യാപകരാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്നേക്കുന്നത് ഒരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിള്ളേർക്ക് ദിവസങ്ങൾ കൂട്ടി കൊടുക്കണം. എല്ലാ ദിവസവും പിള്ളേർ സ്കൂളിൽ പോകണം എന്നുള്ള രീതിയിലാണ്. ടീച്ചേഴ്സ് പറയുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിള്ളേർ വരട്ടെ, പഠിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ടീച്ചേഴ്സിന് എന്താണെന്നറിയില്ല. ടീച്ചേഴ്സിന് സാലറി കൂടുതലിട്ട് ഒരു സ്കൂളിൽ കൂടുതൽ പണിയെടുത്ത് അതായിരിക്കും ടീച്ചേഴ്സിന്.
പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ അവർക്ക് ലീവൊക്കെ വേണം, വീട്ടിൽ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കണം, പുറത്ത് കളിക്കണം. അതൊക്കെ നമുക്ക് ലീവൊക്കെ വേണം. അല്ലാണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ പോയി എന്നിട്ട് എന്തിട്ട് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പഠിപ്പിച്ചവർക്ക് മാത്രമാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല അതിനകത്ത്. എന്തെങ്കിലും അഭിപ്രായം? എനിക്ക് 1.5 ലീവ് വേണം. 4ാം ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർക്ക് എന്നും സ്കൂളിൽ പോകണമെന്നായിരുന്നു. അതപേക്ഷിച്ച് ഒരു 7ലെ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്കൂളിലേ പോകണ്ടെന്നാണ്. ടീച്ചേഴ്സും പറയുന്നത് അവർ എല്ലാ ദിവസവും വരട്ടെ, പഠിക്കട്ടെ, അവർക്ക് വിദ്യാഭ്യാസം കൂടട്ടെ. സ്കൂളിൽ നിന്ന് മാത്രം വിദ്യാഭ്യാസം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വീട്ടിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അല്ലാതെ നെയ്ബേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്നും ഒക്കെ കിട്ടാൻ ഉള്ള ഒരിതാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നൊരു ടൈമും കൂടിയാണത്. ഒരു 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്ന് കണ്ടുപിടിക്കാവുന്നൊരു ടൈമും കൂടിയാണ്. അപ്പോൾ ഇപ്പം തന്നെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എന്താ പറയുക ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഇപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സ്കൂളാണെങ്കിലും ട്യൂഷനാണെങ്കിലും എല്ലാം ചെയ്ത് അവരങ്ങോട്ട് ഫ്രീ ആവുന്നില്ല അവരുടെ സമയം. നമ്മുടെ തന്നെ സൊസൈറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സും മാത്രമല്ല തന്നെ ഇപ്പോൾ നമ്മൾ സ്പോർട്സിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഫുട്ബോൾ എന്ന രീതിയിലൊക്കെ നോക്കുമ്പോൾ ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാത്തിനും കഴിവുള്ള ആൾക്കാരാണ് വേണ്ടത്. എല്ലാവരും കൂടി ഒരു കഴിവുണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്.